ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 21-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1299 ഇടവമാസം 7-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 31-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:31 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ്. പക്ഷെങ്കിൽ ത്രയോദശി തിഥി ചൊവ്വാഴ്ച വൈകുന്നേരം 5:19 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രദോഷ സന്ധ്യാവ്രതം എടുക്കുന്നവർ ത്രയോദശി തിഥിയിൽ പ്രദോഷ സന്ധ്യാവ്രതം എടുക്കുന്നവർ തിങ്കളാഴ്ച വൈകുന്നേരം ആ വ്രതം എടുക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഇനി നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 5:49 സൂര്യോദയത്തിന് മുൻപാണ് ചോതി നക്ഷത്രം ആരംഭിക്കുന്നത്. ചോതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 7:50 ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞും ഈ ചോതി നക്ഷത്രമുണ്ട്. 60 നാഴികയിൽ കൂടുതൽ നക്ഷത്ര ദൈർഘ്യം ചോതി നക്ഷത്രത്തിന് വരുന്നുണ്ട്. ചോതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 5:49 ചോതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞ്, ബുധനാഴ്ചത്തെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:07 അത് കഴിഞ്ഞ് 7:50 വരെ ഈ ചോതി നക്ഷത്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ചോതി നക്ഷത്രം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. അതുപോലെ തന്നെ ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ്. വായു ഭഗവാനെ ആണ് ആരാധിക്കേണ്ടത്. വായു ആണ് ദേവത. ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം അഗ്നിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം നീർമരുതാണ്. രാഹു ദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് എല്ലാ ചോതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് രാഹു ദശാകാലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിത പുരോഗതി നേടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവരിൽ സത്യവും ന്യായവും വിനയവുമുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ചോതി നക്ഷത്ര ജാതകരിൽ സത്യമുണ്ട്, വിനയമുണ്ട്, അതുപോലെ തന്നെ അവർ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു. ഏതൊരു കാര്യത്തെക്കുറിച്ചും നിരീക്ഷിച്ചറിഞ്ഞ്, അങ്ങനെ നിരീക്ഷിച്ചറിയാനുള്ള നിരീക്ഷണ പാടവ ബുദ്ധിയുണ്ട് ചോതി നക്ഷത്ര ജാതകർക്ക്. അതുപോലെ തന്നെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിനെ വിവേചിച്ചറിയുവാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് അവർക്ക് വന്നു ചേരുന്നതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് നല്ല സുഹൃത്തുക്കളെയും കാപട്യരായിട്ടുള്ള സുഹൃത്തുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവും ജന്മസിദ്ധമാണെന്ന് ജ്യോതിഷം പറയുന്നു. ഇവർ എല്ലായ്പ്പോഴും ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഇടപഴകുവാൻ മനസ്സുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. ബന്ധുഗുണം, സൽസന്താന ഭാഗ്യം, സമ്പത്ത്, സൗന്ദര്യം, സ്വഭാവഗുണം, വാക്കുകളിൽ മിതത്വം, ഭർതൃഭക്തി, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ എന്നിവ ചോതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ചോതി നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബന്ധുഗുണമുണ്ട് അവർക്ക്. സൽസന്താന ഭാഗ്യം, നല്ല മക്കളെ കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സമ്പത്തും സൗന്ദര്യവും സ്വഭാവ ഗുണവുമുണ്ട്. അതുപോലെ തന്നെ വാക്കുകളിൽ ഒത്തിരിയൊന്നും സംസാരിക്കത്തില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും. വാക്കുകളിൽ മിതത്വം. ഭർത്താവിനെ അതിരറ്റ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കാണുന്നവരാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ചോതി നക്ഷത്ര ജാതകർ. സ്നേഹ ബഹുമാനങ്ങൾ കൊടുക്കുവാൻ കഴിവുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ യോഗ്യതയുള്ളവരാണ് ചോതി നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെന്നാണ് ജ്യോതിഷം പറയുന്നത്. അനിഴം, കാർത്തിക, മൂലം, ഉത്രാടം, രോഹിണി, മകയിരം, ആയില്യം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും അവർ ജീവിതത്തിൽ ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ അനിഴം, കാർത്തിക, മൂലം, ഉത്രാടം, രോഹിണി, മകയിരം, ആയില്യം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ
പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല എന്നുള്ള കാര്യവും കൂടി ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചോതി നക്ഷത്ര ജാതകർ ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ചോതി നക്ഷത്ര ജാതകർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടു, അതുതന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറുക. ഈ വീഡിയോ കേൾക്കുന്ന ചോതി നക്ഷത്ര ജാതകരുടെ ദശാകാലം ഏതാണെന്ന് അറിയുവാൻ വേണ്ടി, അവരുടെ പ്രായം വ്യത്യസ്തമായ പ്രായത്തിലുള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും അവരുടെ ദശാകാലം ഏതാണെന്ന് സ്വയം അറിയുവാൻ വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. എല്ലാ മാസവും പറയുന്നതാണ്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് കേൾക്കുന്നൊരു വ്യക്തിക്ക് അതൊരു ഗുണകരമാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകാത്തവർ, ചിലപ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാത്തവർ, ഒരുപക്ഷെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടി ഇറങ്ങിപ്പോകുന്നവർ, അതിന് വലിയ താല്പര്യം കൊടുക്കാത്തവർ ചിലപ്പോൾ ഇന്നൊരു താല്പര്യം കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്കും വേണ്ടിയും കൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് കേട്ടിട്ടും കേട്ടില്ലാതെ നടിക്കുന്നവരുണ്ട്. കേട്ടിട്ടും കേട്ടില്ലായ്മ അല്ലെങ്കിൽ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല, ഞാനിതുവരെ ജ്യോതിഷത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, അങ്ങനെയൊരു ശാസ്ത്രമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇന്നത്തെ അവരുടെ മൂഡനുസരിച്ച് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ, അറിയുവാൻ ഒരു താല്പര്യം വന്നേക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം രാഹു ദശാകാലമാണ്. അപ്പോൾ രാഹു ദശാകാലം 18 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. നീണ്ട ഒരു കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ നീണ്ട കാലാവധിയിൽ 18 വർഷം എന്ന നീണ്ട കാലാവധിയിൽ എല്ലാവരും എത്തിച്ചേരണമെന്നില്ല. വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക. അതായത് 18 വർഷം എന്നുള്ളത് ചിലർക്ക് 15 വർഷം, 14 വർഷം, 10 വർഷം, 9 വർഷം, അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക. അതായത് അത് വന്നു ചേരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ചോതി നക്ഷത്രത്തിൽ ജനിച്ചതിന് ശേഷം ചോതി നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമാണ് ഈ കാലദൈർഘ്യം, ദശാകാലത്തിൻ്റെ കാലദൈർഘ്യം കണക്കൂട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ചൊവ്വാഴ്ച ദിവസം ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ നക്ഷത്ര നാഴിക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 നാഴികയിൽ കൂടുതലുണ്ട്. 63 നാഴിക അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കൂട്ടിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. 60 നാഴിക വെച്ചാണ് ഈ ദശാകാലം 18 വർഷമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ജനിക്കുന്നവർ, ഈ സമയത്ത് ജനിക്കുന്നവർ, ഇപ്പോൾ 63 എന്ന് പറഞ്ഞാൽ 63 നാഴിക പ്രകാരം ദശാകാലം 18 വർഷത്തിൽ കൂടുതൽ വരും. അപ്പം ഒരു നക്ഷത്ര ദൈർഘ്യം ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് 60 നാഴിക വെച്ചാണ്. അപ്പോൾ 60 നാഴികയിൽ കൂടുതൽ സമയത്ത് ജനിക്കുന്നവർക്കും 60 നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്നവർക്കും 2 കണക്ക് വരും അവിടെ. അപ്പം അങ്ങനെയാണ് അവിടെ ദശാകാലം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോതി നക്ഷത്രത്തിൽ ജനിച്ചു, ആ കുട്ടിക്ക് ഒരു 15 വർഷം രാഹു ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. 15 വയസ്സ് വരെ രാഹു ദശാകാലമായിരിക്കും. ഈ 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദശാകാലം വ്യാഴ ദശാകാലമാണ്. ഈ വ്യാഴ ദശാകാലം 16 വർഷമുണ്ട്. അപ്പോൾ 31 വയസ്സായി. അപ്പോൾ ഈ ആദ്യത്തെ ദശാകാലം രാഹു ദശാകാലമാണ്. രാഹു ദശാകാലത്താണ് ഈ കുട്ടി ജനിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ ഗ്രഹനിലയെടുക്കണം. ഗ്രഹനിലയെടുത്ത് രാഹു അനിഷ്ടസ്ഥാനസ്ഥിതനാണോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ രാഹു അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ രാഹുവിൻ്റെ ദശാകാലം മോശമായിരിക്കും. ഈ കുട്ടിക്ക് ബാലാഷ്ടകളൊക്കെ ആയിട്ട് പല കാര്യങ്ങളിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരും. മാതാപിതാക്കൾക്ക് ധനനഷ്ടം, കഷ്ടത, പ്രയാസം, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. അപ്പോൾ ഈ കുട്ടിക്ക് രാഹു അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും ഒക്കെ നല്ല അനുഭവം തന്നെ വന്നു ചേരും. അല്ലാത്ത പക്ഷം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യുക. തൊട്ടടുത്ത ദശാകാലം വ്യാഴദശാകാലമാണ്. 16 വർഷം 31 വയസ്സാകും. വ്യാഴദശാകാലം ചോതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചോളം അനുകൂലമായ ഒരു ദശാകാലം ആയിട്ടാണ് കൂടുതൽ ആൾക്കാർക്കും വന്നു ചേരുക. അപ്പോൾ 31 വയസ്സായി. ഈ സമയത്ത് ഈ കുട്ടിയുടെ വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ്.
അപ്പോൾ വ്യാഴം അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ആ സമയത്ത് വിവാഹം നടക്കണമെന്നില്ല. ചിലപ്പോൾ ആ സമയത്ത് ഭൂരിഭാഗം ആൾക്കാർക്കും വ്യാഴദശാകാലത്ത് തന്നെയായിരിക്കും ശോഭനമായൊരു വിവാഹ ജീവിതം ഉണ്ടാകുക എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ദശാകാലമാണ്. ശനിയുടെ ദശാകാലം 31 വയസ്സ് കഴിഞ്ഞാൽ 19 വർഷം ശനിയുടെ ദശാകാലമാണ്. അപ്പോൾ 50 വയസ്സായി. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധൻ്റെ ദശാകാലം 67 വയസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലം 67 74. 20 വർഷം ശുക്രദശാകാലം 94. അത് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലം 100ആയി. പിന്നീട് ചന്ദ്രദശാകാലം 10 110. പിന്നെ 7 വർഷം കുജദശാകാലം ചൊവ്വയുടെ ദശാകാലം, അങ്ങനെ 117. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. അതുപ്രകാരം തൊട്ടടുത്ത ദശാകാലം കൂട്ടുക. ഇപ്പോൾ രാഹുവിൻ്റെ ദശാകാലം അതിനകത്ത് എത്ര വർഷം എത്ര ദിവസം എത്ര മാസം മിച്ചമുണ്ടെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടുകൂടി തൊട്ടടുത്ത ദശാകാലമായ വ്യാഴദശാകാലം കൂട്ടി അങ്ങനെ പ്രായവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് അറിയാൻ പറ്റും. ദശാകാല അനുഭവങ്ങൾ മോശമാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. വ്യാഴത്തിൻ്റെ ദശാകാലം മോശമാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ പിന്നീടുള്ള ശനി ദശാകാലം മോശമാണെങ്കിൽ ശനീശ്വരനുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. ബുധദശാകാലമാണ് ദോഷമെങ്കിൽ സരസ്വതി ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിനുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുക. അങ്ങനെ ദോഷപരിഹാരങ്ങൾ ചെയ്ത് ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ജീവിതം അഭിവൃദ്ധിപ്പെടും, അഭിവൃദ്ധി ഉണ്ടാകും, പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ച്. നാളത്തെ നക്ഷത്ര ദിവസം ചോതി നക്ഷത്ര ദിവസമാണ്. ചോതി നക്ഷത്ര പ്രകാരം ആർക്കൊക്കെ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർതം, ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർതം, ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് രോഹിണി, അത്തം, പൂരം, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ശ്രദ്ധ വേണം. സ്വയം പ്രതികൂലമായ അനുഭവങ്ങൾ വരുത്തി വയ്ക്കരുത്. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ജീവിക്കുവാൻ. എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്തെന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. രോഹിണി, അത്തം, പൂരം, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. ഒരുപാട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ശുഭദിനമല്ല എങ്കിൽ പോലും, ശുഭഗ്രഹത്തിൻ്റെ ദിവസമല്ല എങ്കിൽ പോലും മനുഷ്യജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്തെടുക്കുവാൻ അനുകൂലമായ സമയം ജ്യോതിഷം ഓർപ്പിക്കുന്നു. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. ചൊവ്വാഴ്ച രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത്രയും സമയം നല്ല സമയമുണ്ട്. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിലൊക്കെ ഓരോ ആവശ്യത്തിന് പോയാലും ഈ സമയത്ത് തന്നെ പോകുക. അപ്പോൾ ഓഫീസിൻ്റെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള പ്രവർത്തന സമയം, രാവിലെ മുതൽ ഉച്ച വരെയുള്ള പ്രവർത്തന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ അനുകൂലമായൊരു സമയമാണ്. ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 3:07 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 21.
അതിനെ ഒറ്റസംഖ്യയാക്കണം. 2 + 1 = 3. അങ്ങനെ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 ആയിട്ട് വരും. അങ്ങനെ 3 വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ നിറങ്ങളെ ആശ്രയിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷം പറയുന്നത് നിറങ്ങളെ ആശ്രയിച്ചാൽ നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അത് മുഖേന കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മാത്രമല്ല, പേരിൽ ഒരാളുടെ നാമത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സഹായകരമായ ഒരു കാര്യം കൂടിയാണെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർ ആത്മാർത്ഥതയോടുകൂടി ആദ്യമായിട്ട് കേൾക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ദിവസവും വീഡിയോ കേൾക്കുവാനും ശ്രമിക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്നത് നക്ഷത്രഫലത്തെക്കുറിച്ചാണ്. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ്. ചൊവ്വ ഇപ്പോൾ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ജൂൺ മാസം 1-ാം തീയതി വരെ മീനൻ രാശിയിലുണ്ടാകും. ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത് വലിയ ഗുണകരമായ അനുഭവങ്ങൾ 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല. ചൊവ്വ മേടം, വൃശ്ചികം, മകരം എന്നീ രാശികളിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സ്ഥാനം. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറുകാരുടെ 12-ാം ഭാവത്തിൽ, മേടക്കൂറിൻ്റെ അധിപനായ ചൊവ്വ അവരുടെ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അലസത, കാര്യപ്രാപ്തിക്കുറവ്, സൽചിന്താഗതിക്കുറവ്, വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം എന്നിവയൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് സ്ത്രീ മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ മുഖേനയുള്ള ദോഷവശങ്ങളും അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്ത്രീ മൂലം ധനനാശം, മാനഹാനി എന്നിവ സംഭവിക്കാനും സാധ്യതയുണ്ട്. കാരണം ചൊവ്വ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ചൊവ്വയ്ക്ക് 8-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് നാളത്തെ ദിവസം അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ ജീവിതത്തിൽ സ്ത്രീ മുഖേനയുള്ള വിഷയങ്ങൾ, ധനഹാനി, മാനഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ഇവർക്ക് പൂർണ്ണ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു സമയമല്ല. പിതാവിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നൊരു സമയമല്ല. അതുപോലെ തന്നെ ഇവർക്ക് മാതാവിൻ്റെ സപ്പോർട്ട് നാളെ പൂർണ്ണമായിട്ടും ലഭിക്കുന്നൊരു ദിവസമാണ്. മാതാവ് അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. വളരെ ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നൊരു ദിവസമാണ്. വ്യാപാരികളൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അങ്ങനെ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. എങ്കിലും പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല, മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. നാളത്തെ ദിവസം മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുന്ന ഒരു ദിവസമാണ്. നാളത്തെ ദിവസം ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഉത്സാഹം, നല്ല തൻ്റെ ഇടം, അതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടം, ധനനേട്ടം, സ്ത്രീസുഖം, ദൈവാധീനം, മറ്റുള്ളവരുടെ ബഹുമാനം എന്നിവയൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബുദ്ധിപരമായ പല കാര്യങ്ങളും ചെയ്തെടുത്ത് ജീവിത വിജയം നേടുന്ന ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എങ്കിൽ പോലും മക്കളുടെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്.
എങ്കിലും പിതാവുമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ട്. പ്രശസ്തി, ധനസമൃദ്ധി, ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ച് വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്നും വരുമാനം നേടിയെടുക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നാളെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ മഹാദേവനോട് പ്രാർത്ഥിക്കണം. മഹാദേവ, എൻ്റെ ഇന്നത്തെ ദിവസം എനിക്ക് അനുകൂലമായി വന്നു ചേരണം. എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാകരുത്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. എന്നെ മഹാദേവൻ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കണം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ഗ്രഹനിലയിൽ നിന്ന് എടുത്തു നോക്കി, 7-ൽ ശനി നിൽക്കുന്നു, 8-ൽ ചൊവ്വ നിൽക്കുന്നു. 7-ലും 8-ലും പാപഗ്രഹങ്ങൾ വരരുത് എന്നാണ് ദാമ്പത്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ജ്യോതിഷം പറയുന്നത്. 7-ലും 8-ലും പാപഗ്രഹങ്ങൾ വന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന്, കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നാളെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വരഭക്തിയാൽ നാളത്തെ ദിവസം കഴിയുക, മുമ്പോട്ട് പോവുക. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതി പൂർണ്ണ തൃപ്തികരമായ അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു ദിവസവുമല്ല. എന്നാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. അതുകൊണ്ട് എല്ലാവരും നാളെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം, മഹാദേവ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഭദ്രമായി കാത്തുകൊള്ളണമേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. അങ്ങനെ ഉള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നാളത്തെ ദിവസം ആയിത്തീരുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം, അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. രോഗങ്ങൾ ശല്യം ചെയ്യുന്നൊരു ദിവസമാണ്. കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എങ്കിലും നാളത്തെ ദിവസം അവർക്ക് ധനസ്ഥിതി മെച്ചമാകാം, കുടുംബത്തിലെ സ്ഥിതിയും അവർക്ക് അനുകൂലമാകാം. അങ്ങനെയുള്ള തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാകാം. അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹം, അഭിപ്രായ വ്യത്യാസം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ വളരെ ബുദ്ധിയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഗുരുക്കളെ ബഹുമാനിക്കുകയും സുഹൃത്തുക്കൾ മുഖേനയുള്ള സ്നേഹങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ഇവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവരെ ചതിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു സമയവുമാണെന്ന് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് വിദേശത്ത് ജോലി സംബന്ധമായി വിദേശത്ത് പോകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാൻ ഇവർക്ക് സാധ്യതയുണ്ട്. നാളത്തെ ദിവസം ഇവർ ശത്രുക്കളെ ജയിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ക്രൂര സ്വഭാവം ഇവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് പെട്ടെന്ന് ദേഷ്യമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം ധനസ്ഥിതി മെച്ചമായിരിക്കും. അതുപോലെ തന്നെ സുഖാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. സൽപുത്ര ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം ഈ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് നല്ല പദവിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. പ്രസിദ്ധരാകുന്നൊരു ദിവസമാണ്. ഉദ്യോഗത്തിൽ കൂടി അവർക്ക് നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം പുത്രദുഃഖം അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുത്രന്മാർ മുഖേനയുള്ള അനുഭവദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മുഖേന അവർ പെട്ടെന്ന് കോപത്തിൽ ആയിത്തീരുവാൻ, ക്ഷിപ്രകോപികളായി തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ നാളത്തെ ദിവസം
അനുകൂലമായ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നാലും അവർക്ക് മനോദുഃഖം മാനഹാനിക്കുള്ള സാധ്യതയുണ്ട്. പുത്രദുഃഖം മുഖേന മനോദുഃഖം മാനഹാനി എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാമെങ്കിലും നാളത്തെ ദിവസം മാതൃസുഖം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സമ്പത്ത്, ബന്ധുക്കൾ, സുഖം എന്നിവ ഉണ്ടാകുന്ന ഒരു ദിവസവുമല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കയ്യിലുള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ 12ാം ഭാവത്തിൻ്റെ നഷ്ടഭാവത്തിൻ്റെ അധിപൻ 4ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ അത് വിറ്റുപോകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മാതൃസുഖത്തിൽ കുറവ് വരും. ബന്ധുക്കളുടെ സഹകരണം കുറവായ ഒരു ദിവസമായിരിക്കും. സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ മനക്ലേശത്തിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുകയെന്ന് മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നല്ല ആരോഗ്യസ്ഥിതി ഉള്ള ഒരു ദിവസമായിരിക്കും. മറ്റാർക്കും ജയിക്കാൻ പറ്റാത്ത സാമർഥ്യവും കഴിവും ഒക്കെ കാണിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സുഖസമൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. സമ്പത്തൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. നല്ല ആരോഗ്യത്തോടു കൂടി പെരുമാറും. തൊഴിൽ ഗുണവും ധനനേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള സഹായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യസ്ഥിതി ഉള്ള ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ മനസ്സ് പാകമാകുന്ന, അല്ലെങ്കിൽ എനിക്ക് രോഗമൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുവാൻ സാമർഥ്യം കാണിക്കുന്ന ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം കുടുംബസുഖവും ധനനേട്ടവും കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല. ഭാഗ്യക്കേടുകൾ തന്നെ വന്നു ചേരാൻ, ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. എത്ര ധനം ഉണ്ടെങ്കിൽ പോലും അത് അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാമെന്നുള്ളതാണ്. നാളത്തെ ദിവസം ധനം കയ്യിലുണ്ടെങ്കിൽ പോലും അത് അനുഭവത്തിൽ വന്നു ചേരാത്തൊരു ദിവസമാണ്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാലു, തുട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതി അത്ര അനുകൂലമായ ദിവസമല്ല. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സമുണ്ടാകുന്ന ഒരു ദിവസമാണ്. ശരീരത്തിൽ മുറിവോ വ്രണമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു രോഗം വന്ന് ഓപ്പറേഷൻ മുഖേനയുള്ള ആ മുറിവോ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങൾ മുഖേനയുള്ള വ്രണമോ രോഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു ദിവസമാകാം നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല തല, കണ്ണ് എന്നിവയ്ക്ക് രോഗം വരാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ചോളം പലവിധത്തിലുള്ള കഷ്ടതകൾ നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണെങ്കിൽ പോലും മാതാവിനും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. നാളത്തെ ദിവസം എടുത്തു പറഞ്ഞാൽ ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹവും കഷ്ടതയെ കൊടുക്കും. അപ്പോൾ ഇവരുടെ ലഗ്നഭാവത്തിൽ ജന്മക്കുറിൽ ചൊവ്വ നിൽക്കുന്നു, അത് നല്ലതല്ല. 8ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അതും നല്ലതല്ല. അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുള്ള ഏക ആശ്വാസം ഇവരുടെ പിതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, അനുകൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. എല്ലാവരെയും സുഖ ദുഃഖ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും മഹാദേവൻ ഒരുപോലെ അനുഗ്രഹിക്കണം. എല്ലാവരുടെയും ജീവനും സ്വത്തിനും എല്ലാം മഹാദേവൻ സംരക്ഷണം കൊടുക്കണം. അവരുടെ കുടുംബം നല്ല രീതിയിൽ പോകണം, അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോകണം, അവരുടെ മക്കളുടെ സ്ഥിതി അനുകൂലമാകണം, അവരുടെ തൊഴിൽ സ്ഥിതി അനുകൂലമാകണം. അവരുടെ എല്ലാ കാര്യങ്ങളിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ മഹാദേവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും.
എത്ര പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള, നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി, ഒരനുഭവത്തിൽ കൂടി, നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അനുഭവത്തിൽ കൂടി വന്നു ചേരുമ്പോൾ അത് മഹാദേവൻ തരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല അനുഭവത്തോടു കൂടി നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരത്തോട് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.